ഹലോ ഓൾ, അനന്തങ്കാട്. അപ്പോൾ ഈ സിനിമയുടെ കാര്യം പറയുകയാണെങ്കിൽ എനിക്കൊന്ന് പ്രത്യേകിച്ച് പോസിറ്റീവ്സ് ആയിട്ട് പറയേണ്ടത് രണ്ട് കാര്യമാണുള്ളത്. അപ്പോൾ അതിലെ ഏറ്റവും ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ഈ സിനിമ നൽകുന്ന കുറച്ച് തിയേട്രിക്കൽ ഹൈ മൊമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അതൊരു കോമ്പിനേഷൻ ഓഫ് ഫാക്ടേഴ്സ് ആണ്. ഐ മീൻ, കുറച്ച് നല്ല ഡയലോഗ്സ്, നല്ല ഇൻറ്റൻസിറ്റിയിൽ എടുത്തിരിക്കുന്ന സീൻസ്, പെർഫോമൻസസ്, അങ്ങനെ മൊത്തത്തിൽ നല്ല ഇമ്പാക്റ്റ്ഫുൾ ആയിട്ട് വരുന്ന ഒരു പറ്റം സീനുകളുണ്ട്. അത് സ്പ്രെഡ് അക്രോസ് ദ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഹാഫ് ആണ്. പ്രത്യേകിച്ച് ടുവേർഡ്സ് ദ ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ വന്നിട്ടുള്ള കുറച്ച് സീൻസ് ഉണ്ട്. അത് വളരെയധികം ഒരു പോസിറ്റീവാണ് ഈ സിനിമയുടെ. ഇനി അത് പറയുന്ന കൂട്ടത്തിൽ തന്നെ പെർഫോമൻസസ്. അപ്പോൾ പെർഫോമൻസസ് ഏറ്റവും അധികം ദ ടോപ്പ് മോസ്റ്റ് എടുത്ത് പറയേണ്ടത് ഇന്ദ്രൻസിൻ്റെയാണ്. കാരണം ഇത് പല സമയത്തും ഇറ്റ്സ് കൈൻഡ് ഓഫ് ലൈക്ക് എ മാസ് റോൾ. അപ്പോൾ ആ മാസ് റോൾ എന്ന് പറഞ്ഞാൽ ഐ മീൻ പുള്ളിയുടെ ലുക്ക് വെച്ചിട്ടല്ല, ആ ഡയലോഗ്സ് ആൻഡ് സൗണ്ട് മോഡുലേഷൻ കൊണ്ട് മാത്രമാണ് പുള്ളി അത് ചെയ്തിരിക്കുന്നത്. കാരണം പുള്ളിക്ക് തന്നെ കിടിലമായിട്ട് ചെയ്തിരിക്കുന്ന എനിക്ക് തോന്നുന്നു അറ്റ്ലീസ്റ്റ് ഒരു 3 to 4 സീൻസ് എങ്കിലും ഉണ്ട് വളരെ ഇമ്പാക്ട്ഫുൾ ആയിട്ട് വന്നിരിക്കുന്നത്. പിന്നെ മുരളി ഗോപി ആൻഡ് വിജയരാഘവൻ രണ്ടുപേർക്കും എനിക്ക് തോന്നുന്നു ഈ സിനിമയിലെ ബെസ്റ്റ് ഡയലോഗ്സ് അവർക്കാണ് കിട്ടിയിരിക്കുന്നത്. അവരത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. നല്ല ഇമ്പാക്റ്റ് ഉള്ള ക്യാരക്ടേഴ്സ് ആണ്, നല്ല രീതിയിൽ അത് പോയിട്ടുണ്ട്. പിന്നെ സപ്പോർട്ടിങ് കാസ്റ്റ് ചെയ്ത് എനിക്കൊന്ന് അപ്പാനി ശരത്തുണ്ട്, ദേവ് മോഹൻ ഉണ്ട്, ശാന്തി ബാലേന്ദ്രനാണ് ഒരു ഫീമെയിൽ ലീഡായിട്ട് വന്നിരിക്കുന്നത്. അവരുടെ എല്ലാം പെർഫോമൻസസ് എടുത്തു വരുന്നതാണ്. ഈ സിനിമയുടെ മൊത്തത്തിലുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ ഐ മീൻ ഇറ്റ്സ് വെരി ഓൾഡ് ആൻഡ് ഔട്ട്ഡേറ്റഡ്. ഓൾഡ് ആൻഡ് ഔട്ട്ഡേറ്റഡ് ഫ്രം എ സ്റ്റോറി വൈസ്, ഒരു ചെറിയ ബിറ്റ് ഫ്രം എ മേക്കിംഗ് വൈസ് ആസ് വെൽ. അപ്പം സ്റ്റോറി വൈസ് ഓൾഡ് ആൻഡ് ഔട്ട്ഡേറ്റഡ് വലിയൊരു പ്രശ്നമല്ല, കാരണം ഒരുപാട് ക്ലീഷ്യ സ്റ്റോറീസ് നമ്മൾ കാണുന്നതുകൊണ്ടാണ്. ഇപ്പം അതിനെ ഓവർകം ചെയ്യുന്ന മേക്കിംഗ് ഉണ്ടെങ്കിൽ ദാറ്റ് ഇസ് സ്റ്റിൽ ഓക്കെ. പക്ഷെ അതിൻ്റെ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് എ ഫിലിം വിച്ച് റിലൈസ് ടു മച്ച് ഓൺ വയലൻസ് ആൻഡ് ടോർച്ചർ ടു ക്രിയേറ്റ് ദ ഡിസൈഡ് ഇമ്പാക്ട്. അപ്പം അങ്ങനെ വരുന്ന മൂവീസ് എന്ന് പറഞ്ഞാൽ ഐ മീൻ ആഫ്റ്റർ എ പോയിന്റ് ഓഫ് ടൈം യു ഡോണ്ട് ഫീൽ എനിത്തിങ് ഫോർ ദ ക്യാരക്ടേഴ്സ് ഓർ ദ ഇൻസിഡൻസ്. ഐ മീൻ ആ ഒരു ഓർഗാനിക് ഫീല് കിട്ടത്തില്ല. അപ്പം അങ്ങനെ മൊത്തത്തിൽ വന്നു കഴിഞ്ഞാൽ ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ മേക്കിംഗ് സ്റ്റൈൽ. അപ്പം മേക്കിംഗ് സ്റ്റൈൽ പറയുമ്പോൾ തന്നെ അപ്പം ഞാൻ ഈ ആദ്യം പറഞ്ഞ ഒരുപാട് ഇമ്പാക്റ്റ് ഉള്ള സീൻസ് ഉള്ളത് ഇസ് എ റിസൾട്ട് ഓഫ് ദ ഗുഡ് മേക്കിംഗ് ആസ് വെൽ. പക്ഷെ എന്നാലും പല സീനുകളും വന്നു കഴിഞ്ഞാൽ നമുക്ക് തോന്നും, ഓ ഇത് അത്ര ശരിയായിട്ടില്ല. ആൻഡ് എഡിറ്റിംഗ് മെയിൻലി എനിക്കൊന്ന് ഹാഫ് ടൈമിന് മുമ്പുള്ള സീക്വൻസസ് ഇറ്റ് ഷുഡ് ഹാവ് ബീൻ എ റിയൽ ഹൈ. പക്ഷെ എനിക്ക് തോന്നുന്നത് എഡിറ്റിംഗ് ലെറ്റ് ഇറ്റ് ഡൗൺ അ ലോട്ട്. കാരണം പിന്നീട് വരുമ്പോഴും പലയിടത്തും ആ ഒരു പ്രശ്നം തോന്നിയിട്ടുണ്ട്. പിന്നെ ഇതിൽ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ആര്യ. ആര്യ ചെയ്തതോ അല്ലെ ആര്യയുടെ ക്യാരക്ടറോ അല്ല പ്രോബ്ലം. ഓക്കെ, ആര്യ കൊണ്ടുവന്നു, ആര്യ ഒരു ഹീറോ ആണ്, സോ ലെറ്റ് us ഗീവ് ഹിം സം ആക്ഷൻ ബ്ലോക്സ് എന്ന് പറഞ്ഞ് ആവശ്യത്തിനും അനാവശ്യത്തിനും എല്ലാത്തിനോടായിട്ട് ആ ഒരു രീതിയിൽ പോയിട്ടുണ്ട്. അപ്പം അങ്ങനെ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ദിസ് ഇസ് നോട്ട് എ ഫുള്ളി സാറ്റിസ്ഫൈങ് ഫിലിം ഡിസ്പൈറ്റ് ഇറ്റ്സ് പോസിറ്റീവ്സ്. സോ കുറച്ചുകൂടെ ഒരു ബെറ്റർ മേക്കിംഗ് ആൻഡ് എ ക്രിസ്പ് ടൈം ലൈൻ, അല്ലെങ്കിൽ നല്ല കുറച്ചുകൂടെ ഒന്ന് ക്രിസ്പാക്കി എടുത്തിരുന്നെങ്കിൽ ദിസ് വുഡ് ഹാവ് ഫെയർഡ് മച്ച് ബെറ്റർ. സോ till we are back with the next review. Bye bye.